A very good evening to all. Today in this class we will be dealing with public relations in nursing. So public relations പേരിലുള്ള പോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് സെർവ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് അതും ആ ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് പബ്ലിക് റിലേഷൻസ്. The Institute of Public Relations of England defines public relations as the planned and sustained effort to establish and maintain goodwill and mutual understanding between an organization and its public. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ it is a planned and sustained effort to establish and maintain goodwill and mutual understanding between an organization and its public. Public relations contains different components. So let's see the components one by one. First is counseling. So in counseling, the major activity is to provide advices to the management concerning policies, relations and communications. So ഈ ഒരു പബ്ലിക് റിലേഷൻസ് ആയിട്ട് യോജിച്ച് വരുന്ന പോളിസീസ്, റെഗുലേഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിനെക്കുറിച്ചുള്ള മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന അഡ്വൈസസ് ഇതാണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന മേജർ ആക്ടിവിറ്റി. The next is research. So in research, public relations is concerned with determining attitudes and behaviors of the public in order to plan public strategies. So current ആയിട്ട് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ക്ലയൻസ് അല്ലെങ്കിൽ അതിനോട് യോജിച്ച് കിടക്കുന്ന കമ്മ്യൂണിറ്റി അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ബിഹേവിയർ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി ഫ്യൂച്ചറിലെ പബ്ലിക് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ദ റിസർച്ച് ഇൻ പബ്ലിക് റിലേഷൻസ്. ദ നെക്സ്റ്റ് ഇസ് മീഡിയ റിലേഷൻസ് വിച്ച് ഇൻക്ലൂഡ് വർക്കിംഗ് വിത്ത് മാസ് മീഡിയ ഇൻ സീക്കിംഗ് പബ്ലിസിറ്റി. സോ നമ്മളുടെ നഴ്സിംഗ് സർവീസസ് അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷൻ ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ മീഡിയയുടെ ഉപയോഗം അല്ലെങ്കിൽ മീഡിയനെ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയ ആണ് മീഡിയ റിലേഷൻസ്. So here the messages are propagated through selected media to promote the image of nursing. സോ നഴ്സിങ്ങിൻ്റെ ഇമേജിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മീഡിയയിൽ കൂടെ സെലക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വിടുകയാണ് ഈ ഒരു മീഡിയ റിലേഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇസ് എംപ്ലോയ് ഓർ മെമ്പർ റിലേഷൻസ്. സോ ഹിയർ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെസ്പോണ്ടിങ് ടു കൺസേൺസ്, ഇൻഫോമിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതർ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ എംപ്ലോയീസ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ കൺസേൺസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എംപ്ലോയ് ഓർ മെമ്പർ റിലേഷൻസിൽ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിറ്റി റിലേഷൻസ്. It is a planned activity with the community to maintain an environment that benefits the both. One of the example is community outreach sessions. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതിലൂടെ ബോത്ത് ദ കമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ദ ഓർഗനൈസേഷൻ ഇസ് ബെനിഫിറ്റഡ്. കമ്മ്യൂണിറ്റിക്ക് അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഓർഗനൈസേഷന് ആ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. The next is public affairs. So public affairs, it means developing effective involvement in public policy and meeting the public expectations. So നമ്മളുടെ പബ്ലിക് പോളിസി അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെക്റ്റേഷൻസ് ഇതിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ആക്ടിവിറ്റീസിനെ ടേം ചെയ്യുന്നതാണ് പബ്ലിക് അഫെയർസ്. So even though it is termed in private sector, in government sector it may be also used to describe their public relations activities. So public relationship activities ne okke collective aayittu term cheyanayittu chelapo government sector il idine upayogichennu varam, and it include multiple public relations activities.
The next is government affairs. So it is relating directly with legislatures and regulatory agencies on behalf of nurses and nursing profession. So നമ്മളുടെ നഴ്സിംഗ് പ്രൊഫഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, റെഗുലേഷൻസ്, റൂൾസ് ഇതിനെയൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഗവൺമെൻറ് അഫയേഴ്സ്. And lobbying can be a part of government affairs program. Lobbying അല്ലെങ്കിൽ നമ്മളുടെ collective bargaining ഒക്കെ this can be a part of government affairs program. The next is issues management. So it includes identifying and addressing issues of public concern that affect nursing. So നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക്കിന് ഉണ്ടാവുന്ന കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന ഏരിയ ആണ് ഇഷ്യൂ മാനേജ്മെൻറ്റ്. Then we have financial relations, creating and maintaining investor confidence and building good relationship with the financial community. സോ നമ്മളുടെ ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണോ ആ ഏജൻസീസുമായിട്ടുള്ള റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസൊക്കെ ദാറ്റ് ഇസ് കംസ് അണ്ടർ ദ കമ്പോണൻറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്. ദ നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രി റിലേഷൻസ്, relating with organizations and other healthcare industries and with other trade associations. For example, നമ്മളുടെ ഹോസ്പിറ്റൽ ആണ് എങ്കിൽ ആ ഹോസ്പിറ്റലും അടുത്തുള്ള വേറെ ആശുപത്രികൾ അതുപോലെ തന്നെ മെഡിക്കൽ അസോസിയേഷൻസും ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ് ഇൻഡസ്ട്രി റിലേഷൻസ്. Then we have special events. So special events, it is stimulating an interest in a person or nursing service by means of focused happening. Also activities are designed to interact with public and listen to them. So നമ്മളുടെ നേഴ്സ് എന്ന് പറയുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് പ്രൊഫഷണൽസിനോട് കമ്മ്യൂണിറ്റിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവൻസിനെ കളക്റ്റീവായിട്ട് ടേം ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇവൻറ്റ്സ്. ആൻഡ് ഹിയർ വി ക്യാൻ ഓൾസോ അറേഞ്ച് events where we can directly interact with the public. And the last is marketing communications. So this include combination of activities designed to sell nursing service or idea, including advertising, collateral materials, publicity, promotion, direct mail, trade shows and special events. സോ നമ്മളുടെ നഴ്സിംഗ് സർവീസ് അതിനെ ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് വരുന്ന ഏരിയ ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. ദിസ് മേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് തിങ്സ് ലൈക്ക് അഡ്വർടൈസിംഗ്, കൊളാട്രൽ മെറ്റീരിയൽസ്, പബ്ലിസിറ്റി, പ്രൊമോഷൻ, മെയിലിംഗ്, trade shows and special events. Now let's see about the different tools that are available for public relations. So this include different tools like media relations, media tools, newsletters, special events, speaking engagements, sponsorships, employee relations, community relations and philanthropy. So let's see one by one. First, let's see about media relations. So media relations, as we said earlier, these are different activities that are targeted in order to maintain a positive impact between the community as well as the nursing profession by utilizing different media. And this can be done by different measures like press kits, audio or video news releases, matter release, as well as website press room. Okay, let's see one by one. First about press kits. So press kits, this include written information such as news releases, organization background, key spokespersons, biographies and other supporting materials that provide information useful to reporters. So നമ്മളുടെ